കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഇശൽ നിലാവും സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഇശൽ നിലാവും സംഘടിപ്പിച്ചു. നഗരസഭ 4-ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനാണ് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നസീബ് ഖാൻ വരിക്കപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ റിയാസ് പുലരിയിൽ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറബി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. GNRI എക്കാലത്തും ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും, ആ പരിപാടികൾ തീരുമാനിച്ചേൽപ്പിച്ചാൽ അത് നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കുടുംബാംഗങ്ങളായി ഉള്ളത് എന്നതുകൊണ്ടാണ് ഇതൊക്കെ പ്രാവർത്തികമാകുന്നത് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഏറ്റവും നിങ്ങളെ എല്ലാം അതിൻ്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായി ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മളെ ലഹരിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും നമ്മുടെ നാടിനെ ആകപ്പാട് വിഴുങ്ങും എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിന് കായംകുളത്തിൽ അറുതി വരുത്താൻ മുൻകൈ എടുത്തത് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ള ബഹുമാന്യനായ DYSP ആണ്. അദ്ദേഹം കായംകുളക്കാരനായതുകൊണ്ട്, സ്വന്തം നാടിനോടുള്ള സ്നേഹം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ലഹരിക്കെതിരെ കായംകുളത്ത് ഇത്ര വ്യാപകമായ ഒരു പ്രചരണവും നടപടിയും നടക്കുകയില്ലായിരുന്നു. കായംകുളം DYSP N ബാബുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഓരോ വീടുകളിലും ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്നും ഈ ദൌത്യം റെസിഡൻസ് അസോസിയേഷനുകൾ ഏറ്റെടുക്കണമെന്നും DYSP പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ കായംകുളം DYSP അസോസിയേഷൻ അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. പക്ഷെ അതൊന്നുമല്ല, കാലം മാറി ലോകത്തിന്റെ നെറുകയിലെത്തുവാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയാണ്. നമ്മുടെ വീട്ടിലും ഒന്നും അടങ്ങി നിൽക്കേണ്ടവരല്ല, അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. രംഗത്തെത്തി പ്രതിജ്ഞയോട് ഓരോന്നും ഏറ്റെടുക്കുകയാണ് പെൺകുട്ടികൾ. ഇവിടെ പയ്യന്മാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത പെൺകുട്ടികളാണ്. അപ്പൊ അവരൊന്നും അടുക്കളയിൽ ഒതുങ്ങേണ്ടവരല്ല. നിങ്ങളുടെ അമ്മമാർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിക്കാണ്, എൻ്റെ മക്കളൊക്കെ ഇത്രയും ഡാൻസ് കളിക്കുന്നല്ലോ എന്ന്, അല്ലേ? അപ്പൊ അവരുടെ രംഗത്ത് കൊണ്ടുവരികയും അവരുടെ സഭാകമ്പം മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ ഈ പോലീസിന്റെ ജോലിയിൽ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം ഒന്ന് വിളിച്ചുകൂട്ടി. കാരണം അവർക്കാണ് അറിയാവുന്ന അവിടുത്തെ പൾസ്, നാടിന്റെ പൾസ് അറിയാവുന്ന അവർക്കേ അറിയത്തുള്ളൂ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെല്ലാം അവർക്കേ അറിയാനുള്ളൂ. അതെൻ്റെ ജോലിയുടെ പകുതി ഭാരം കുറയ്ക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെ തന്നെ മുന്നിട്ടിറങ്ങിയാൽ എനിക്ക് ശക്തി നൽകിയതെന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ തന്നെയാണ്. അവർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അവരെ കൊണ്ടെങ്കിലും നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ടൊന്നും മാറ്റാൻ പറ്റുന്നില്ല എങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ചെറുതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ വിളിക്കപ്പെടുന്നുണ്ട്, അവിടെ പോലീസ് വരുന്നുണ്ട്, എക്സൈസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. നമുക്കിത് കുറച്ചെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ പുതുതലമുറ കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിതെറ്റി പോകാതെ, അവരുടെ പിടിയിൽ വീഴാതെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെയും. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഓക്കെ, താങ്ക് യു.
ജനറൽ സെക്രട്ടറി സാബിർ ഇഞ്ചക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ ഷെമിമോൾ, കുഞ്ഞുമോൻ ചിലങ്ക, ഷറഫ് കളത്തിൽ, സലാഷ് വാലയ്യത്ത്, ഹഫീസ് മുല്ലശ്ശേരി, ബാബു കിഴക്കയ്യത്ത്, നിസാർ ഇദ്രിസ്, സലാഹുദ്ദീൻ, അൻവർ സലാഹുദ്ദീൻ, ഫൈസൽ ഇഞ്ചക്കൽ, ഹിലാൽ ഇദ്രിസ്, റിസ്വാൻ പേരാണിക്കൽ, ജസീം, മജീദ്, സാബിർ, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.